ശരി, നീ പറയണ്ട, ഞാൻ ഒറ്റയ്ക്ക്. എന്തുകൊണ്ട് ഇങ്ങനെ വിചിത്രമായിട്ട് പെരുമാറുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഷെർലക് ഹോംസ്, ജെയിംസ് ബോണ്ട്, ഓപ്പറേഷൻ ഡയമണ്ട് എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടിട്ട് നീ ഒരുമാതിരി ഡിക്റ്റേറ്റീവിനെ പോലെ ഇപ്പൊ എന്റെ അടുത്ത് പെരുമാറുന്നത്. എന്റെ പൊന്നൊന്ന് റെസ്റ്റ് എടുത്ത്. വേണ്ട, നമുക്ക് നിന്നും റെസ്റ്റ് എടുക്കാം. വന്ന് ഒരു മിനിറ്റ്. എന്നാലും അവർ ഇവിടെ പോയി വന്നിട്ട് പിന്നെ ഇടത്തോട്ട് പോയി വലത്തോട്ട് വന്നിട്ട് ആരെങ്കിലും ഇപ്പൊ നമ്മളെ കണ്ട പ്രശ്നമാവും. ഇങ്ങോട്ട് ആരും വരില്ല, അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. വീട്ടിൽ ആ ഡാൻസ് കളിക്കുന്ന പെണ്ണുങ്ങളുണ്ടെന്നെങ്ങനെ ഇവൾ അറിഞ്ഞ ഞങ്ങള് റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്നെ ഡൈവോഴ്സ് ചെയ്ത് കളയും. ഇവളോട് എല്ലാ സത്യങ്ങളും പറഞ്ഞാലോ? എന്തു പറ്റി? എന്താ കാര്യം? പാർട്ടിക്ക് വരുന്നതിന് മുന്നേ കണ്ടത് സത്യം തന്നെയാ. ലവ് വീഡിയോവി ഇവിടെയും കണ്ടിന്യൂ ആകുന്നുണ്ട്. ഇവരുടെ കാര്യം ഓക്കെ ആയി. പക്ഷെ എന്റെ മീനാക്ഷി എങ്ങാനും ഞാനിങ്ങനെ 2 പെൺകുട്ടികളുടെ കൂടെ പെട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞാ പിന്നെ ഉറപ്പായിട്ടും എന്റെ കാര്യവും പോക്കാ, ഞാൻ ബ്രേക്കപ്പും ആകും. നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടിപ്പോ ആരോടും പറയണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നത് നല്ലതല്ലേ? റിലേഷൻഷിപ്പോ? ഇവർക്കിടയിൽ എന്താ സംഭവിക്കുന്നേ? ചില കാര്യങ്ങൾ സീക്രട്ട് ആയിട്ട് വെക്കുന്നതല്ലേ നല്ലത്? അതെന്തിനാ? എന്റെ ഒരു അറിവ് വെച്ച് പ്രണയം തോന്നി അതൊന്ന് തുറന്നു പറയുന്നത് വരെയുള്ള ക്യൂരിയോസിറ്റി, എനർജി, ലവ് അക്സെപ്റ്റ് ആയതിനു ശേഷം അത് കുറയും അത്രേ. ആരെങ്കിലും ഒക്കെ നമ്മളെ കണ്ട് ലവേഴ്സ് ആണെന്ന് അറിഞ്ഞാലോ എന്നുള്ള പേടി. എന്നാലും ഭ്രാന്തന്മാരെ പോലെ സ്നേഹിക്കുന്നത് എന്ത് രസാലേ? ഇവർ രണ്ടുപേരും തമ്മിൽ ലവ് ആണോ? എന്ന് വെച്ചാ ഇവരുടെ രഹസ്യങ്ങൾ ഈ ലോകത്തിൽ ആദ്യമായിട്ട് അറിഞ്ഞ മഹാമനുഷ്യൻ ഞാനാ. അയ്യോ ദൈവമേ, എനിക്ക് സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല. ഇവര് എന്റെ അടുത്ത് തന്നെ വന്നിങ്ങനെ പെടണോ? ഇവരെ രണ്ടുപേരെ നീ തന്നെ രക്ഷിക്കണേ. അത് സത്യമൂല്യ. എന്നാലും നമ്മുടെ റിലേഷൻഷിപ്പ് അധികം മൂടി വെക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ചേട്ടാ, അവിടെ എന്തോ ഒരു സൗണ്ട്. എന്ന് വെച്ചാ ഞങ്ങളുടെ കാര്യം സുമേഷ് അറിഞ്ഞോണ്ടാണോ? നിനക്ക് ഈ പെൺകുട്ടികളെ കണ്ടിട്ട് ഒന്നും പറയാനില്ല അമൂല്യ? അല്ല സുമേഷേ, ആരാ ഇവരൊക്കെ? അത് പിന്നെ മാഡം, എടാ മോനെ ദിനേശാ. ഫേമസ് ആയിട്ടുള്ള സിനിമകളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അതിലെ ഡയലോഗ് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ ചോദിച്ചതിന് ഉത്തരം താ. അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പൈസ മോഷ്ടിച്ച് അമ്മ പിടിച്ചപ്പോ പോലും എനിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല. സിദ്ധാർത്ഥ്, ഏതാ ഈ പെൺകുട്ടികള്? ഇവരെന്താ ഇവിടെ ചെയ്യുന്നേ? അപ്പൊ തന്നെ എനിക്ക് തോന്നിയായിരുന്നു. നിങ്ങളുടെ ഓരോരോ റിയാക്ഷൻ കണ്ടപ്പോഴും എനിക്ക് തോന്നിയായിരുന്നു ഇവിടെ എന്തോ നടക്കുന്നുണ്ടെന്ന്. ആരാ ഇവരൊക്കെ? സുമേഷേ, ആരാ ഇവരൊക്കെ? പിന്നെ ചേട്ടാ, സുമേഷു പറയുന്നില്ല. ആരാ ഈ പെൺകുട്ടികളൊക്കെ? അതാദ്യ ഈ 2 ആൾക്കാര് സിദ്ധാർത്ഥന്റെ ബർത്ത്ഡേക്ക് വിളിച്ച ഡാൻസേഴ്സ്.
എല്ലാരും താഴത്തേക്ക് പോ. താഴേക്ക് പോകാനാ പറഞ്ഞത്. നീ എന്ത് നോക്കിക്കോ, വാ ഇവിടെ. നിങ്ങളുടെ ബർത്ത്ഡേ ദിവസം ഫ്രീഡം തന്ന നിങ്ങൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഡാൻസേഴ്സിനെയൊക്കെ വിളിക്കുകയാണ് സിദ്ധാർത്ഥ്. നിങ്ങൾക്കും വിക്കിക്കും കല്യാണമായി, കുറച്ചെങ്ങനെ സെൻസ് വേണ്ടേ? നിങ്ങൾ എല്ലാവരും ഈ ലെവലിൽ ഇറങ്ങുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആദ്യ സംസാരിക്കാതെ മിണ്ടാതിരിക്കാൻ നോക്ക്. എനിക്കറിയാം പെൺകുട്ടികളെ വിളിക്കുന്നതും പാർട്ടിയിൽ ഡ്രിങ്ക്സ് കഴിക്കുന്നതും എല്ലാം വിക്കിയുടെ ഐഡിയ ആയിരിക്കുമെന്ന്. അല്ലാതെ അതങ്ങനെയല്ല. ഇതിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. സുമേഷിനോട് ചോദിച്ചു നോക്ക്. അത് പിന്നെ വിക്കി ബോസാ പറഞ്ഞത് മേഡം. ചേച്ചി വെറുതെ ഇവരെ മാത്രം വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ദേ ഇങ്ങോട്ട് നോക്ക്. വലിയ പട്ടാളക്കാരനെ പോലെ സ്ട്രിക്റ്റ് ആന്ന് പറഞ്ഞിട്ട് എന്ത് പണിയാ കാണിച്ചേക്കുന്നെന്ന്. അയ്യോ, ഇവളെന്തിനാ എന്നെ വഴക്ക് പറയുന്നത്? ഇതെന്തായാലും അങ്ങനെ ഒരു റോങ് റൂട്ടിൽ നടന്ന പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാ ഇവരൊരു മോശം ഉദ്ദേശത്തിലല്ല അവരെ വിളിച്ചു വരുത്തിയെന്നർത്ഥം. എന്താണെന്ന് വെച്ചാ പെൺകുട്ടികളെ കണ്ടപ്പോ തന്നെ ഡാൻസേഴ്സ് ആണെന്ന് തോന്നി. എന്റെ അഭിപ്രായത്തില് ഇതിന്റെ പുറകെ സുമേഷ് തന്നെയായിരിക്കും. അവൻ അതിലല്ലേ ഫേമസ്. കറക്റ്റ്. സോ നടക്കേണ്ടതൊക്കെ നടന്നു. ആ ഡാൻസേഴ്സ് ഇപ്പോഴും പുറത്ത് നിൽക്കുവോ? നമുക്ക് അവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുവന്ന് ഡാൻസ് നമുക്ക് കണ്ടാലോ? വേദാന്ത് ഒരു ഭാഗ്യവാനാണ്. ചേട്ടന്റെ പെണ്ണ് ഇത്ര നല്ലവളായിരുന്നു. അമ്മു, നിനക്ക് തലയ്ക്ക് ഇത് വട്ടാണോ? എല്ലാവരും വന്നേ ഇങ്ങോട്ട്. ചേട്ടാ, ഞങ്ങളുടെ കുടുംബം വന്ന ചേട്ടന്റെ കയ്യിലാ. വേദാന്ത്, എന്റെ കല്യാണം കഴിഞ്ഞു ഒരു കുട്ടി ഉണ്ടാവാൻ പോവാ. ഈ സമയത്ത് അവൾ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചാ എനിക്ക് വേറെ ജീവിതം ആര് തരും? ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്റെ ടെൻഷൻ എനിക്ക് അറിയൂ. റൗഡി കൊച്ചി എന്ത് പറയുന്നുള്ള പേടിയാണല്ലേ? അവള് വെറും റൗഡി ബേബി അല്ല, വായയ്ക്ക് ഫിൽറ്റർ ഇല്ലാത്ത വായാടിയ. ഐ മീൻ, ഓഫ് കോഴ്സ് ഐ ഡോണ്ട് കെയർ. അങ്ങനൊന്നും പറയണ്ട. അവൾ എന്റെ അനിയത്തിയാണെങ്കിലും അവളുടെ ചേച്ചിയുടെയും അളിയന്റെയും കാര്യവും എന്റെ കാര്യവും ചേർത്ത് നിനക്ക് തന്നെ തന്നോളൂ. പിന്നെ എന്റെ അനിയത്തെന്താ വെറുതെ ഇരിക്കും? ഇങ്ങനത്തെ വിഷയങ്ങളിലെ ചേട്ടൻ കെട്ടിയോൻ അതൊന്നും നോക്കാൻ പോണില്ല. അതുകൊണ്ടാ പറയുന്നത് എന്നെ പോലെ ഇങ്ങനെ സിംഗിൾ ആയിട്ട് ഇരിക്കണോന്ന്. ചേട്ടനാ ചേട്ടനോ? എനിക്കും ഇതിന് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ്? അയ്യോ ഇനി മുതൽ ഈ ജീവിതം മുഴുവൻ നിങ്ങളുടെ ഈ ഹാളിലെ കിടക്കേണ്ടത്. ഇനി നമുക്കിടയിൽ 10 feet ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾക്കും കൂടിയുള്ളതാ, മൈൻഡ് ഇറ്റ്. ബസ്
എന്റെ ജോലി കഴിഞ്ഞു. ഞാനെന്നാ വരാം. എവിടെ പോണടാ? ഇവിടെ മൊത്തം തീയാക്കിയിട്ട് നീ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോണ? അവിടെ നനങ്ങരുത്. എല്ലാരും അങ്ങോട്ട് വന്നേ. ഹലോ മിസ്റ്റർ കാട്ടുപോത്തെ, നിന്നോട് കൂടാ പറഞ്ഞത്. വന്നേ. ഞങ്ങളുടെ കാര്യം തനിക്ക് മനസ്സിലായോ? ഇപ്പോഴാണോ അറിഞ്ഞത് അതോ നേരത്തെ മുതൽ അറിയായിരുന്നോ? അത് പിന്നെ നിങ്ങൾ റൂമിൽ ഒരുമിച്ചിരിക്കുന്നതിന് മുന്നേ എനിക്ക് എല്ലാം മനസ്സിലായതാ. എന്താടോ, തനിക്ക് ഈ കാര്യം ആദ്യം അറിയായിരുന്നോ? ഒളിച്ചിരിക്കാൻ തനിക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലടോ. ഏട്ടത്തി, പെൺകുട്ടികൾ ആരാണെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളുടെ കാര്യം പുറത്തു പറയാനുള്ള പ്ലാനിലായിരുന്നോ? കാര്യം താൻ ആരോടൊക്കെ പറഞ്ഞടോ? ആദ്യം തന്നെ അറിഞ്ഞെന്ന് പറഞ്ഞ എപ്പോഴാ അറിഞ്ഞത്? വായി തുറന്ന് പറയടോ, ഇല്ലെങ്കിൽ ഒരു വർഷത്തെ സാലറി ഞാൻ കട്ട് ചെയ്ത് കളയും. ഞങ്ങളെ പ്രശ്നത്തിലാക്കിയിട്ട് നീ എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വാ തുറക്കടോ. റൗഡി ബേബി, നിങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി എന്നെ പന്ത് കെട്ടുന്ന പോലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയാ ഉത്തരം പറയാനും പറ്റില്ല, തല കറങ്ങിട്ട് നേരെ നിൽക്കാൻ പോലും പറ്റില്ല. അയ്യോ, മര്യാദയ്ക്ക് കാര്യം പറഞ്ഞു. എന്തൊരു കാലമായത്. എന്റെ മീനാക്ഷിക്ക് ഞാൻ ഒരാള് മാത്രമേ ഉള്ളൂ ബോയ് ഫ്രണ്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെയാ കരുതുന്നത്. ദയവേത് നിങ്ങള് എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഞാൻ ഭയങ്കര പാവാണെന്നല്ലേ വിക്കി കരുതി വെച്ചിരിക്കുന്നത്. വിക്കി എന്ത് ചെയ്താലും ഞാനത് കണ്ടോണ്ട് മിണ്ടാണ്ടിരിക്കുന്നു വിചാരിച്ചോ? അയ്യോ ഇല്ല മോളെ, ഞാൻ നീ വിചാരിക്കുന്നത് പോലെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അല്ല, വാ തുറന്ന മര്യാദ പുരുഷനെ പോലെയാണല്ലോ സംസാരിക്കുന്നതൊക്കെ. ഫീമെയിൽ ഡാൻസേഴ്സിനെ വിളിച്ച് കളിപ്പിക്കാനുള്ള ഐഡിയ ഒക്കെ എങ്ങനെയാ തലയിൽ വന്നു? അല്ല ആരതി, അതെന്റെ ഐഡിയ ഒന്നും ആയിരുന്നില്ല. ഞാൻ സുമേഷിന്റെ അടുത്തൊരു സർപ്രൈസ് ഒരുക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അവൻ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചേക്കൊന്ന് ദൈവത്തിനാണ് എനിക്ക് അറിയില്ലായിരുന്നു ആരതി. ഞങ്ങള് സമയത്ത് വന്നുകൊണ്ട് എല്ലാം മനസ്സിലായി. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇക്കാര്യം ഞങ്ങളോട് പറയ പോലും ഇല്ലായിരുന്നല്ലോ. എന്റെ പൊന്നു മോളെ, ഇന്നേ വരെയ്ക്കും ഞാൻ നിന്റെ അടുത്ത് ഒന്നും മറച്ചു വെച്ചിട്ടില്ല. പ്ലീസ് ഒന്ന് വിശ്വസിക്കേ. ഞാനും ഇത്രയും നാള് വിചാരിച്ചത് നിങ്ങൾ നല്ലവനാണെന്നാ. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു രാവണനുണ്ടെന്ന് ഇപ്പഴാ മനസ്സിലായേ. ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുള്ളൂ നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ല ആരതി. അങ്ങനെയുള്ള ഞാൻ നിന്നെ ചതിക്കോ? ചെയ്യില്ല എന്നാണ് ഞാനും കരുതിയത്. പക്ഷെ ഇന്ന് നടന്നത് അത് തന്നെയായിരുന്നില്ലേ? കല്യാണം കഴിഞ്ഞ് ഇത്രയും കുറച്ച് സമയം കൊണ്ട് വിക്കിക്ക് എന്നെ മടുത്തില്ലേ? വിക്കിയുടെ അടുത്ത് ഇതെല്ലാം എക്സ്പെക്ട് ചെയ്തതാ എന്റെ തെറ്റ്. അങ്ങനെയല്ല ആരതി, നീ ഇങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നേ. ഞാൻ വേണമെങ്കിൽ നിന്നെ തലത്തോട്ട് സത്യം ചെയ്യാം. ഒരു സത്യത്തിന്റെ ആവശ്യമില്ല. ഒരു തവണ വിശ്വാസം പോയാ എന്ത് അഗ്നിപരീക്ഷണം നടത്തിയാലും ആ വിശ്വാസം തിരിച്ചു വരില്ല. നീ ഒന്ന് വിശ്വസിക്ക്. ഒരു അരമണിക്കൂർ വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക്. ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം നിങ്ങൾ ഇത്ര അഡ്വാൻറ്റേജ് എടുക്കുകയാണെങ്കിൽ, എനിക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യായിരിക്കും സിദ്ധാർത്ഥ്? ഞാൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഇതുപോലെ ഡാൻസേഴ്സിനെ വിളിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. നിനക്ക് നാണമാവുന്നില്ലേ? ഏയ്, നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. നീ ഒന്ന് വിശ്വസിക്കേ. നമ്മുടെ കുഞ്ഞാണ്. എന്നെ അടിക്കല്ലേ, ഞാനൊന്ന് പറയട്ടെ. ഇനി പറയടോ, ഇത് തനിക്ക് മാത്രമാണോ അറിയുന്നത് അതോ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിനാണ് ഇല്ല ബോസ്, എന്റെ അറിവിൽ ഇത് എനിക്ക് മാത്രം അറിയാവുന്നത്. നിങ്ങൾ രണ്ടുപേരും റോഡിൽ ഹഗ് ചെയ്തോണ്ടിരിക്കുന്നത് അത് കണ്ടു. പിന്നെ നിങ്ങൾ റൂമിൽ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു. ഈ കാര്യം ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല ബോസേ, സത്യമായിട്ടും ഇല്ല. താൻ രക്ഷപ്പെട്ടു. ഞങ്ങളായിട്ട് ഈ കാര്യം പറയുന്നത് വരെ വേറെ ആരെങ്കിലും അറിഞ്ഞാ ഉണ്ടല്ലോ, മനസ്സിലായോ? പറഞ്ഞാ ഉണ്ടല്ലോ, തന്റെ സാലറിയും ജോലിയും പെൻഷനും എല്ലാം കട്ടാവും. നിങ്ങൾ എന്നെ കുറിച്ച് വെറും റൗഡി ബേബി എന്നാ കേട്ടിരിക്കുന്നേ. പക്ഷെ എന്റെ റൗഡിസം കണ്ടിട്ടില്ലല്ലോ. പെൺകുട്ടികളെ ഇഷ്ടമല്ലാത്ത ഒരാളെ പ്രണയിക്കാൻ പഠിപ്പിച്ചെടുത്ത പെൺകുട്ടിയാ ഞാൻ.
എന്ത് ചെയ്യാനും മടിക്കില്ല. സൂക്ഷിച്ചു നീ. അയ്യോ ഞാൻ പാവം. ഒരു സൈഡിലൂടെ എന്തെങ്കിലും കോമഡിയും പറഞ്ഞ് ഞാൻ ജീവിച്ചു വെക്കോളാം. നിങ്ങളുടെ ലവും റൊമാൻസും എന്താ കാതലും അത് പിന്നെ നിങ്ങളുടെ ലവിനെ കുറിച്ച് ഞാൻ ആരോടും പറയത്തില്ല. ഇത് സത്യം സത്യം സത്യം. വലിയ ശ്രീരാമനായിരുന്നാണല്ലോ ഭാവം. ഇപ്പൊ ശ്രീകൃഷ്ണന്റെ പരിപാടിയാണല്ലോ കാണിച്ചേ. എന്താ വിചാരിച്ചിരിക്കുന്നത്? എല്ലാ ആണുങ്ങളും ഒരുപോലെ തന്നെ. എന്നെ എന്തിനാ വഴക്ക് പറയുന്നേ? എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. എന്റെ രണ്ട് കണ്ണിനുമേ ഒരു കുഴപ്പമില്ല. നിങ്ങളും ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കണോ? കാര്യം അറിയാതെ ഇങ്ങനെ ഓരോന്ന് പറയരുത്. എനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് ആരെങ്കിലും കറക്റ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് തരുവാണെങ്കിലേ അത് ഞാനായിരിക്കും. നിങ്ങളുടെ എല്ലാ കയ്യിലിരിപ്പും എനിക്ക് അറിയാം നന്നായിട്ട്. രാവിലെ വാണിയുടെ കൂടെ, ഇപ്പൊ ഡാൻസേഴ്സിന്റെ കൂടെ അല്ലേ? എന്നെ തിരുത്താനൊന്നും വരണ്ട. ഇതിനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അളിയാ, ഇന്നത്തെ സിറ്റുവേഷൻ കണ്ടിട്ട് ശാന്തരൂപം മാറി ഭദ്രകാളിയാവുന്ന തോന്നുന്നു. പാവം ആരതി അങ്ങനെ ആയിപ്പോയെന്ന് ആലോചിക്കുമ്പോഴാ എന്റെ മനസ്സിനൊരു സമാധാനമുള്ളത്. ആ സീനൊന്നും ഇല്ല അളിയ. ആർത്തി എന്റെ അടുത്ത് കുറച്ച് ദേഷ്യപ്പെട്ടു. പക്ഷെ അളിയനറിയാലോ ഞാൻ കുറച്ച് ബ്രില്യന്റാ. അങ്ങനെ തന്നെ ഞാൻ കുറച്ചങ്ങ് തിരിച്ചു പറഞ്ഞു. ധന്യത്തിന്റെ പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവിടെ ഭദ്രകാളിയുടെ ആട്ടവാടി എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പല്ലേ അളിയ. ഏയ്, ഞാനും അങ്ങനെ വിചാരിച്ചത്. പക്ഷെ എനിക്ക് അഭിനയിക്കാൻ അറിയുന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവൾക്ക് ഞാൻ എന്താ എങ്ങനെയാണെന്നൊക്കെ നന്നായിട്ട് അറിയാൻ വിക്കി. നീ വിചാരിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. നമ്മുടെ അവസ്ഥ ആർക്കും അറിയണ്ട. പക്ഷെ വേദാന്ത് മാത്രം സമാധാനായിരിക്കുന്നു. അല്ല, അമൂലി ഈ കാര്യം നിസ്സാരമായിട്ട് എടുക്കുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. ചേട്ടാ, നിന്റെ ജാതകത്തിലെ എല്ലാ നല്ല ഗ്രഹങ്ങളും ഒരേ വീട്ടിൽ തന്നെ സെറ്റിലാവുന്ന തോന്നുന്നേ. നീ നോക്കുമ്പോഴേ എന്റെ എല്ല് വരി ഒരുക്കി പോവാ. ദൈവമേ, പണ്ടും കണ്ടു മരിച്ച ആരുടെയോ ആത്മാവ് പറന്നു വന്ന് നരകത്തിന്റെ വാതില് തള്ളി തുറന്നതുപോലെ ഉണ്ടായിരുന്നു. എന്റെ കാരണവന്മാര് ചെയ്ത പുണ്യം കൊണ്ട് ഇനിയും എന്റെ ജീവനോടെ തന്നെയുണ്ട്. അളിയ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഹലോ, എവിടേക്കാ? ആളുകൾ കൂടുതലുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാര്യമാര് വഴക്ക് പറയുമ്പോ എല്ലാവർക്കും ഷെയർ ആയി പൊക്കോളും. അതുകൊണ്ടാ.
നീ കളിക്കാൻ വന്നാ ഞാൻ എന്താ വേണ്ടെന്ന് പറയൂ? അങ്ങനെ തന്നെ എനിക്കും ആഗ്രഹം. പക്ഷെ ഞാനും കൂടെ വന്നാ ഇവർക്കൊക്കെ സംശയമാവില്ലേ? എല്ലാരെയും പറ്റി ചിന്തിക്കുന്ന ഒരു പരമാത്മാവ്. എനിക്ക് മാത്രല്ലേ എല്ലാം അറിയൂ. ഒന്നും മനസ്സിലാവില്ല, പൊട്ടൻ. വേറെ ഒരു പൊട്ടനെയാണല്ലോ ഞാൻ സ്നേഹിച്ചത്. പക്ഷെ ഞാൻ സ്നേഹിച്ചത് ഒരുപാട് ബുദ്ധിയുള്ള ബുദ്ധിമതിയല്ലേ. നമ്മൾ രണ്ടാളും കൂടെ ഡാൻസ് ചെയ്ത എത്ര നന്നായിരുന്നു അല്ലേ? അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാ മതി.